കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളിന്നൊരു വാഗമൺ ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടേക്ക് ട്രിപ്പ് പോയാലും ഈ പള്ളിയിൽ കയറിയിട്ടേ യാത്ര തുടങ്ങാറുള്ളൂ. ഞങ്ങൾ രാവിലെ ഒരു 4:00 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് തന്നെ വണ്ടി തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് പോകാൻ സാധിച്ചു. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചൂടാണ്. വാഗമണിൽ ക്ലൈമറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ 3 വണ്ടിക്ക് 4 പേരാണ് പോകുന്നത്. ഇന്ന് നമ്മൾ സ്പ്ലെൻഡർ എടുത്തിട്ടില്ല, കാരണം ഫ്രണ്ട് ടയർ മോശമായതുകൊണ്ട് തന്നെ കുറച്ച് ഓഫ് റോഡൊക്കെ അടിക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് സ്പ്ലെൻഡറായിട്ട് പോയാൽ ശരിയാവില്ല. ഒരു പെട്രോൾ പമ്പിൽ കയറി ആവശ്യത്തിനുള്ള പെട്രോൾ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ചേർത്തല, തണ്ണീർമുക്കം, പാല, ഭരണങ്ങാനം വഴിയാണ് പോകുന്നത്. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ അത് രാവിലെ പോകുന്നത് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ വലിയ ബ്ലോക്കും ഉണ്ടാവില്ല, നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് വെയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ചെല്ലാൻ സാധിക്കും. അങ്ങനെ പാലയൊക്കെ എത്താറായപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ഈ കാണുന്ന ലൊക്കേഷൻ റീൽസിലൂടെയൊക്കെ ധാരാളം പേര് കണ്ടിട്ടുണ്ടാവും. ഫോട്ടോഷൂട്ടിനൊക്കെ ധാരാളം പേരൊക്കെ വരുന്ന ഒരു ലൊക്കേഷനാണിത്. അങ്ങനെ ഈ ഒരു ആംബിയൻസ് ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. നേരം വെളുത്ത് വരുമ്പോൾ തന്നെയുള്ളൊരു ചായ കുടി അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ യാത്ര തുടർന്നു. പോണ വഴിക്ക് തന്നെ KSRTCയുടെ വിനോദസഞ്ചാരത്തിൻ്റെ ബസ് പോകുന്നത് കാണാൻ സാധിക്കും. അതിനകത്ത് നിന്ന് കുറേ കുട്ടികൾ നമ്മുടെ ബൈക്കൊക്കെ കണ്ടിട്ട് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈയൊക്കെ പൊക്കി കാണിക്കും, ടാറ്റയൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം ഓർമ്മ വരും. KSRTCക്ക് ഇപ്പോൾ വിനോദസഞ്ചാരത്തിനായിട്ട് ധാരാളം ഇതുപോലത്തെ പാക്കേജ് ഉണ്ട്. വലിയ ചിലവും വരില്ല, നല്ല രീതിക്കുള്ള യാത്രകളുമാണ്. അങ്ങനെ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു കുറച്ച് നേരത്തേക്ക് റെസ്റ്റും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. ഞങ്ങൾ ആദ്യം പോകുന്ന ലൊക്കേഷൻ പാഞ്ചാലിമേടിലേക്കാണ്. പക്ഷെ പോകുന്ന വഴി ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. മുറിഞ്ഞപുഴ പാഞ്ചാലിമേട് റൂട്ടിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഈ റോഡ് നല്ല മോശമാണ്. നിങ്ങൾ വലിയ വണ്ടിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ വഴി വരേണ്ട ആവശ്യമില്ല. അപ്പുറത്തുകൂടി തന്നെ നല്ല വഴിയുണ്ട്, അതുവഴി വലിയ വണ്ടിക്കൊക്കെ വരാൻ സാധിക്കും. ഞങ്ങൾ ആക്സിഡൻ്റലി ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ വഴി തെറ്റി കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ലൊക്കേഷനായിട്ടുള്ള പാഞ്ചാലിമേട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ പാഞ്ചാലിമേട് ഇതിനു മുമ്പ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. 25 രൂപയാണ് അഡൽസിന് കയറാൻ വേണ്ടി ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ 6 മണിയാകുമ്പോൾ ഈ സ്ഥലം ഓപ്പൺ ആവും. വനവാസ കാലത്ത് പാണ്ഡവർ പാഞ്ചാലിയും ഒത്ത് ഇവിടെ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്നുള്ള പേര് വന്നതും. നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ നല്ല കോടയായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. എപ്പോൾ വേണേലും ക്ലൈമറ്റിൽ ചേഞ്ച് വരാം. നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്രയും ഇവിടെ കോട വന്ന് നിറയും. പിന്നെ നല്ല ഇടിവെട്ടൊക്കെ ഉള്ള സമയമാണെങ്കിൽ നിങ്ങൾ കഴിയുന്ന മുകളിലേക്ക് കയറാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബോർഡുകളും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇടിവെട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ ധാരാളം ആക്ടിവിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ അതൊക്കെ കൂടി എൻജോയ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എറണാകുളം, കോട്ടയം ഭാഗത്തു നിന്നൊക്കെ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. കുറച്ച് മഴയൊക്കെയുള്ള സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയുണ്ടാവില്ല. അങ്ങനെ നമ്മൾ നേരെ പാഞ്ചാലിമേട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അതുകൊണ്ട് അടുത്ത ഹോട്ടലിൽ തന്നെ കയറി ചവിട്ടാന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട്ടിലേക്കുള്ള റൂട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഹോട്ടൽ കണ്ട് അവിടെ കയറി. അതിൻ്റെ വാഷ് ബേസിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതേപോലത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഇടുക്കിയിലേക്ക് തന്നെ വരണം. രാവിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പൊറോട്ടയാണ് പറഞ്ഞത്. പൊറോട്ട കഴിക്കുമ്പോൾ ഉച്ചവരെയൊക്കെ വലിയ വിശപ്പുണ്ടാവില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ച് നമ്മൾ നേരെ ഇനി കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്ന ഈ അമ്മച്ചി കൊട്ടാരം ഇപ്പോൾ തീർത്തും ജീർണാവസ്ഥയിലാണ്. ധാരാളം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഫഹദ് ഫാസിലിൻ്റെ കാർബൺ എന്നുള്ള സിനിമയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് ഈ ഒരു ലൊക്കേഷനാണ്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങോട്ടേക്കുള്ള വഴി ഒരു രക്ഷയില്ല. മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നമ്മളീ കാണുന്നത്. കുറച്ച് മഴയൊക്കെയുള്ള സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ശരിക്കും ഇവിടെ കോടമഞ്ഞ് കൊണ്ട് നിറയും. ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ കൊട്ടാരത്തിന്. നിങ്ങളിനി പാഞ്ചാലിമേടൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഒന്ന് കാണണം. കാരണം ഇതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇനി എത്ര നാളിത് ഇതുപോലെ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല. പണ്ട് കാലത്ത് വളരെ പ്രൗഢിയിൽ നിന്നുകൊണ്ടിരുന്നൊരു ബംഗ്ലാവാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. ഇവിടെ ഒരു പ്രായമായിട്ടുള്ള അച്ഛനുണ്ട്. ആ പുള്ളിയാണ് ഇവിടെ കെയർ ടേക്കർ. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒരു സ്ഥലമാണ്. 200 വർഷത്തിലധികം പഴക്കം ഈ കൊട്ടാരത്തിനുണ്ട്. കാരണം കാടിന് നടുവിൽ ഇതേപോലത്തെ ഒരു പ്രോപ്പർട്ടി നമുക്കിനി സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കില്ല. അപ്പോഴാണ് ഈ ഉള്ളൊരു പ്രോപ്പർട്ടി ഇതേപോലെ നശിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനാണിത്.
ഈ പുള്ളീനെ കാണുവാണെങ്കിൽ പുള്ളിക്ക് ഒരു 50-100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ബാക്കി കാഴ്ചകളൊക്കെ കാണാനൊക്കെ സാധിക്കും. നമുക്ക് കാഴ്ചകൾ കാണുക മാത്രമല്ല, പുള്ളിക്ക് അറിയാവുന്ന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞും തരും. ശരിക്കും നമ്മൾ പുറത്തു നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി കഷ്ടമാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. അകത്ത് ഒരുപാട് ഭാഗങ്ങൾ പൊളിഞ്ഞു വീണ അവസ്ഥയിലാണ്. പണ്ട് കാലത്ത് ഈ കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു തുരങ്കം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അത് പീരുമേട്ടിലുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എന്ന് അവസാനിക്കുന്നതും. ആ തുരങ്കമെല്ലാം ഇപ്പം മൂടപ്പെട്ട അവസ്ഥയിലാണ്. ഇതൊരു 4 കെട്ട് നടുമുറ്റമൊക്കെ ഉള്ളൊരു കൊട്ടാരമാണ്. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ആ പണ്ട് കാലത്തെ നിർമ്മിതിയുടെ ആ ഒരു മികവൊക്കെ കാണാനൊക്കെ സാധിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ ഇപ്പം പൊളിഞ്ഞ് വീണ് കിടക്കുവാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അടുക്കളയൊക്കെ ഇവിടെയായിരുന്നു. ശരിക്കും ഇതിൻ്റെ നിർമ്മിതിയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ നാശമായി കിടക്കുന്ന കാണുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ഞാനിവിടെ ഇപ്പോൾ 2ാമത്തെ തവണയാണ് വരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് കോടമഞ്ഞ് കൊണ്ട് മൂടിയ ഒരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഈ കൊട്ടാരം കണ്ടിട്ടുണ്ട് ശരിക്കും നമുക്ക് പേടിയാവും. പക്ഷേ എനിക്ക് അന്ന് അകത്ത് കയറാൻ സാധിച്ചില്ല. സിനിമയിലൂടെ റീൽസിലൂടെയൊക്കെ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെയാണ് ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ വരണ സമയത്താണെങ്കിലും ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഈ പ്രായമായ അച്ഛനൊരു വരുമാന മാർഗം തന്നെയാണ്. എന്തെങ്കിലും നമുക്ക് ചായ കുടിക്കാനുള്ള ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാലും പുള്ളിക്ക് സന്തോഷമാണ്. ഇങ്ങോട്ടേക്ക് ആരും വരാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ ഇടയ്ക്കൊക്കെ ആൾക്കാർ വന്നൊക്കെ പോകുന്നത്. പുള്ളിക്കൊരു പോക്കറ്റ് മണിയും ആവും, നമുക്ക് കാണേണ്ട കാഴ്ചകൾ കാണുകയും ചെയ്യാം. അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുള്ളീനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ശരിക്കും നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ കോടമഞ്ഞ് വന്ന് മൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വാഗമൺ ഭാഗത്തേക്കാണ് പോകുന്നത്. പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പള്ളിക്കുന്നിലൊന്ന് സ്റ്റോപ്പ് ചെയ്യും. അവിടെ സെൻറ്റ് ജോർജ് CSI പള്ളിയിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ട്. സെൻറ്റ് ജോർജ് CSI പള്ളീനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അധികം ആരും കേൾക്കാൻ വഴിയില്ല. ലോകത്തിലാദ്യമായി തന്നെ ഒരു കുതിരയെ അടക്കം ചെയ്തൊരു പള്ളിയാണത്. മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്ന പള്ളികളെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മളുടെ വീടുകളുടെ അടുത്ത് തന്നെയൊക്കെ ആയിട്ട് അതുപോലത്തെ പള്ളികൾ ധാരാളം നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു പള്ളിയാണ്. ഇവിടെയാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു കുതിരയെ അടക്കം ചെയ്തിരിക്കുന്നത്. ജോൺ ഡാനിയൽ മൺറോ എന്നൊരു ബ്രിട്ടീഷുകാരൻ്റെ കുതിരയാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന കുതിരയെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് കൂടെ തന്നെ ഇതിനടുത്തായിട്ട് തന്നെ അടക്കം ചെയ്തു. ഡൗണി എന്ന പെൺകുതിരയുടെ കല്ലറ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയ്ക്ക് അടുത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല 77 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ബ്രിഡ്ജറ്റ് മേരി എന്നൊരു കൊച്ചുകുട്ടിയുടെ കല്ലറയും നമുക്കിവിടെ കാണാം. 2 കൈകളും നഷ്ടപ്പെട്ട മാർബിളിൽ കൊത്തിയ ഒരു ശില്പം ആ കല്ലറയിലുണ്ട്. ഇവിടെ വരുന്ന ഓരോ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ ശില്പം. എന്തുകൊണ്ടാണ് 2 കൈകളും നഷ്ടപ്പെട്ട രീതിയിലൊരു ശില്പം ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പള്ളിയിൽ ഏകദേശം 30-ലധികം ബ്രിട്ടീഷുകാരുടെ കല്ലറകളുണ്ട്. അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി പ്രോപ്പർ വാഗമൺ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഗമണിൽ തന്നെ ഈ അടുത്തിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഫിനിറ്റി പൂളാണ്. ഇപ്പം നല്ല വേനലായതുകൊണ്ട് തന്നെ അവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല, ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. എന്നാലും അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പോവുകയാണ്. ഞങ്ങൾ പോയ ദിവസം നല്ല ചൂടായിരുന്നു കേട്ടോ വാഗമണിൽ. പക്ഷേ എന്ത് ചൂടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ യാത്രകൾക്കൊക്കെ കൂടുതൽ ബൈക്ക് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യാത്രയുടെ വൈബൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ സാധിക്കും. ഈ ഇൻഫിനിറ്റി പൂളിൻ്റെ ലൊക്കേഷൻ വരുന്ന പ്രോപ്പർ വാഗമൺ ടൗണിൽ തന്നെയാണ്. നമ്മൾ ഓടിച്ച് വാഗമൺ ടൗണിലെത്തണം. അവിടെ നിന്നാണ് ഇൻഫിനിറ്റി പൂളിലേക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നത്. കാര്യമായിട്ടുള്ള വഴിയൊന്നുമില്ല, നമ്മൾ ബൈക്ക് അവിടെ വെച്ചിട്ട് വേണം താഴത്തേക്ക് പോകാനായിട്ട്. ഇതിവിടെ വരുന്ന ആൾക്കാർ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു വഴിയാണ്. വാഗമണിൽ ടൗണിൽ തന്നെ ഇതുപോലത്തെ ഒരു മണീസ് ജുവലറി ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി താഴേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. ശരിക്കും മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതുവഴി നല്ല വഴുക്കലുണ്ടാവും. പക്ഷേ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് പൊരി വെയിലായതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നടക്കുന്ന വഴിയിൽ ചെളിയൊന്നുമില്ല എന്നുള്ളൊരു ഗുണം മാത്രം. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്തോറും മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും. ശരിക്കും 2 പേർക്ക് കഷ്ടിച്ച് പോകാനുള്ളൊരു വഴിയുള്ളൂ. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം. ഇതിവിടെ വരുന്ന ആൾക്കാർ തന്നെ നടന്ന് രൂപപ്പെട്ടൊരു വഴിയാണ്. നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അധികം വീടുകളൊന്നുമില്ല. നിങ്ങൾ നടക്കുന്ന വഴിയൊക്കെ ഒരു വടിയെടുത്ത് കൈ പിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ഇറങ്ങാനും കയറാനൊക്കെ അത് ഉപകാരപ്പെടും. അതുമാത്രമല്ല പോകുന്ന വഴിക്ക് പാമ്പുകളൊക്കെ ഉണ്ടാവും ചില സമയത്ത്. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഒരു പാമ്പിനെ ഞങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുന്തോറും നല്ല രീതിക്ക് സൂക്ഷിച്ച് വേണം നടന്നു പോകാൻ വേണ്ടി.
പോകുന്ന വഴിക്ക് ധാരാളം ഏലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും. ഇത് തോട്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, വീടിൻ്റെ സൈഡിൽ തന്നെയായിട്ട് കുറേ പേരൊക്കെ നട്ടു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ പോകുമ്പോൾ ശരിക്കും സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ താഴെ ചെന്ന് നിൽക്കുള്ളൂ. സ്റ്റീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടുത്തെ ആ ഒരു വെയിലിൻ്റെ തീവ്രത എന്തോരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. നല്ല വെയിലാണ്. ഇവിടെ വരുന്നവർ മാക്സിമം ക്യാപ്പും ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നടന്ന് താഴത്തേക്ക് എത്തുമ്പോൾ ദൂരെയായിട്ട് വാഗമണിൽ ഏതൊരു വ്യൂ പോയിന്റിൽ ജീപ്പൊക്കെ കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പരുന്തുംപാറയാണോ എന്നൊരു സംശയമുണ്ട്. ശരിക്കും നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ വൈബ് ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ശരിക്കും താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇൻഫിനിറ്റി പൂളൊക്കെ കാണാനൊക്കെ സാധിക്കും. പക്ഷെ അതിൽ വെള്ളം താരതമ്യേന വളരെ കുറവാണ്. പിന്നെ ഇവിടെ ഈ വെള്ളമില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അപകടങ്ങളൊക്കെ കാണാനൊക്കെ സാധിക്കും. കാരണം പാറയിൽ തന്നെ ധാരാളം കുഴികളുണ്ട്. ഈ മഴക്കാലത്തൊക്കെ കുളിക്കാൻ വരുന്നവർക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. ഈ വേനൽ വന്ന് വെള്ളമില്ലാത്ത സമയത്താണ് നമുക്ക് ഇതുപോലെ ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മഴക്കാലത്ത് വന്നാലും നമ്മുടെ റിസ്കിൽ മാത്രം ഇവിടെ ഇറങ്ങുക. മാക്സിമം സൂക്ഷിച്ചിറങ്ങാൻ ശ്രമിക്കുക. നമുക്ക് പരിചയമില്ലാത്തൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം സേഫായിട്ട് ഇറങ്ങി കുളിക്കണം. ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് തിരിച്ച് കയറാൻ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഫുഡ് കഴിക്കാൻ കയറിയിട്ടാണെങ്കിൽ 140 രൂപയുടെ ഊണാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ റൈസ് തരാനോ അല്ലെങ്കിൽ കറി തരാനോ ഒന്നും ആരും വരില്ല. അവരെന്താണോ തരുന്നത് അത് നമ്മൾ കഴിക്കണം. അങ്ങനെയാണ് ഈ ഹോട്ടലുകാരുടെ മെൻറ്റാലിറ്റി. വാഗമൺ കഫേ എന്നുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. വാഗമൺ ടൗണിൽ തന്നെയാണ് ഇത് ഹോട്ടൽ. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനത് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ കയറിയാൽ മതി. നല്ല കത്തി റേറ്റുമാണ്. സ്റ്റാഫിൻ്റെയൊക്കെ വളരെ മോശം ബിഹേവിയറുമാണ്. അതുകൊണ്ട് തന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം കയറുക. നമ്മളിനി ഇവിടെ നിന്ന് വേറെ കുറേ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.